ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് അപ്ഡേറ്റുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് എന്താണ് എന്ന് നോക്കാം. ഇതിനായി നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ വന്നിരിക്കുന്ന ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് അവസാനത്തെ ഓപ്ഷൻ ക്രിയേറ്റ് എ പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ഇപ്പോൾ പുതുതായി ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്യൂസ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവേഴ്സിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ശരിയായ ആൻസർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ എത്ര പേർ ശരിയായി ആൻസർ ചെയ്തു എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഹൂ ഈസ് ദി കറന്റ് CEO ഓഫ് യൂട്യൂബ് എന്നാണ് ഞാനിവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആൻസർ എല്ലാം കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മുകളിലായി ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്ഷൻസ് നമുക്കിവിടെ കൊടുക്കാം. ആദ്യത്തെ ഓപ്ഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത് സൂസൻ വൊജസ്കി എന്നാണ്. അതിനു താഴെയായി നീൽ മോഹൻ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ മൂന്നാമതൊരു ഓപ്ഷൻ നൽകണമെങ്കിൽ ഇവിടെ ആഡ് ആൻസർ എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ വേണമെങ്കിൽ എനിക്ക് പുതിയ ഒരു നെയിം കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒരു ആൻസർ കൂടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ആൻസർ എന്ന് കൊടുത്ത് നമുക്ക് വീണ്ടും ഒരു ഓപ്ഷൻ കൂടി ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഓപ്ഷനാണ് കൊടുക്കുന്നത്. അതിനാൽ തന്നെ മറ്റ് രണ്ട് ഓപ്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇത് കറക്റ്റായ ആൻസർ ഏതാണ് എന്ന് നമ്മൾ ടിക്ക് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ നീൽ മോഹൻ എന്നതാണ് കറക്റ്റായ ആൻസർ. അതിനാൽ തന്നെ ആ ഗ്രീൻ ടിക്ക് നമ്മൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ പോസ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ക്യൂസ് ഇത് നമുക്ക് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എത്ര പേരാണ് ആൻസർ ചെയ്യുന്നത്, അവർ കറക്റ്റായി ചെയ്യുന്നുണ്ടോ, അവർക്ക് തന്നെ ഇത് കാണാൻ സാധിക്കും. അതായത് ആൻസർ ചെയ്യുന്നവർ അവർ തെറ്റായാണ് ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് കറക്റ്റ് അല്ല എന്നവിടെ കാണിക്കും. അപ്പോൾ വളരെ നല്ല ഒരു ഫീച്ചറാണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ വ്യൂവേഴ്സുമായി പലവിധ ചോദ്യങ്ങളെല്ലാം ചോദിക്കാനും എത്ര പേർ ഇതിന് കറക്റ്റായി ആൻസർ ചെയ്യുന്നുണ്ട് എന്നെല്ലാം മനസ്സിലാക്കാനും സാധിക്കും. അടുത്ത ഒരു അപ്ഡേറ്റ്, യൂട്യൂബിൽ പുതുതായി പോഡ്കാസ്റ്റ് എന്നൊരു ഓപ്ഷൻ പലർക്കും ലഭിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എല്ലാം നൽകിയിരുന്നു. എന്നാൽ എൻ്റെ ഈ ഒരു ചാനലിൽ ഈ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. എന്നാലും നമുക്ക് ഇത് എന്താണ് എന്ന് നോക്കാം. നിങ്ങൾ YT സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കണ്ടന്റ് എന്നതിൽ പോവുകയാണെങ്കിൽ ഇവിടെ പ്ലേലിസ്റ്റിന് അടുത്തായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ ഓപ്ഷൻ കാണാൻ സാധിക്കുക. അതായത് പ്ലേലിസ്റ്റ് പോലെ തന്നെ നമുക്ക് പോഡ്കാസ്റ്റ് എന്ന പുതിയ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിരിക്കുന്നത് കാണാം. ഇങ്ങനെ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് എന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു പോഡ്കാസ്റ്റ് പ്രൊഫൈൽ എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിൽ പോഡ്കാസ്റ്റ് റിലേറ്റഡ് വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക സെക്ഷനാക്കി അതിലേക്ക് മാറ്റാൻ സാധിക്കും. നിലവിൽ നമ്മൾ പ്ലേലിസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റ് അതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് എല്ലാം ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ യൂട്യൂബ് ന്യൂ അപ്ഡേറ്റ്സ് 2023 എന്ന പേരിൽ ഞാനൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു താഴെയായി യൂട്യൂബ് ഷോർട്സ് അപ്ഡേറ്റ് 2023 എന്ന പേരിൽ മറ്റൊരു പ്ലേലിസ്റ്റ് കാണാം. അതുപോലെ യൂട്യൂബ് തംബ്നെയിൽ എഡിറ്റിംഗ് വീഡിയോസ് എല്ലാം ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ മറ്റൊരു പ്ലേലിസ്റ്റ് കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അതിനാൽ തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് നമ്മുടെ ചാനലിൽ വന്ന് പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് ഏത് തരത്തിലുള്ള വീഡിയോ ആണ് അവർക്ക് കാണേണ്ടത് അത് പ്ലേലിസ്റ്റ് നോക്കി പ്ലേ ചെയ്യാനെല്ലാം സാധിക്കും. ഇത്തരത്തിൽ പുതിയ ഒരു അപ്ഡേറ്റ് പോഡ്കാസ്റ്റിൽ വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ ലഭിച്ചവർക്ക് യൂട്യൂബ് പോഡ്കാസ്റ്റ് എന്നതിൽ പോയി അതിൽ ഒരു പോഡ്കാസ്റ്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മുടെ പ്ലേലിസ്റ്റിലല്ല വരിക. പ്ലേലിസ്റ്റിനടുത്തായി പോഡ്കാസ്റ്റ് എന്ന പുതിയ ഒരു ടാബിലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ആ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കുക. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസ് നല്ല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുക എന്നതാണ്. അതിനാൽ തന്നെ വ്യൂവേഴ്സിന് നമ്മുടെ ചാനലിൽ വന്ന് ഏത് ടൈപ്പിലുള്ള വീഡിയോസ് ആണ് പെട്ടെന്ന് കാണേണ്ടത് ഇതെല്ലാം അവർക്ക് സെലക്ട് ചെയ്ത് കാണാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്